സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് 75.31 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി KN ബാലഗോപാൽ. പാചകത്തൊഴിലാളികളുടെ ഓണറേറിയം, അരിയടക്കം സാധനങ്ങളുടെ വില, അരി എത്തിക്കുന്നതിനുള്ള വാഹന ചെലവ് ഉൾപ്പെടെയാണ് തുക അനുവദിച്ചത്. ഷീജ വിവരങ്ങളുമായി ചേരുകയാണ്. ഷീജ, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിധത്തിലുമുള്ള സഹായങ്ങളില്ലാതെ സാമ്പത്തിക ഞെരുക്കങ്ങൾ സൃഷ്ടിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ക്ഷേമ പദ്ധതികൾ ഈ തുക അനുവദിച്ചിരിക്കുന്നു ഭക്ഷണത്തിനായി സ്കൂൾ കുട്ടികളുടെ. തീർച്ചയായും അധ്യക്ഷ, ഈ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് ഉൾപ്പെടെ കേന്ദ്രത്തിൽ നിന്നും ഒരു തരത്തിലും സഹായം ലഭിക്കാത്തൊരു പശ്ചാത്തലത്തിൽ ആ ഉച്ചഭക്ഷണ പദ്ധതി അതിൽ ഒരു തരത്തിലുള്ള കുറവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് മുന്നിൽ കണ്ടു തന്നെയാണ് സർക്കാർ ഈ രീതിയിലുള്ള ഇടപെടലുമായി മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് 75.31 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. ധനമന്ത്രി KN ബാലഗോപാലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായും ഈ 75.31 കോടി ചെലവാക്കുക പാചക തൊഴിലാളികളുടെ ഓണറേറിയം നൽകുന്നതിനാണ് ഒന്ന് ഉപയോഗിക്കുക. മറ്റൊന്ന് അരി അടക്കമുള്ള സാധനങ്ങളുടെ വിലയും കൂടാതെ അരി എത്തിക്കുന്നതിനുള്ള വാഹനത്തിനുള്ള ചെലവുണ്ട്. അതുൾപ്പെടെ ഈ 3 ഇനങ്ങളിലായിട്ടാണ് ഈ ഒരു തുക ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലും കേന്ദ്രം സഹായിക്കാത്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാനം തുടർച്ചയായി ഇടപെട്ട് മുന്നോട്ട് പോകുന്നത്. ശരി ഷീജയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.